Hi students, I am Muhammad Rafi. I am your social science teacher. We already finished first two chapters in geography. So today we are going to our third chapter. Our chapter name National Income. Hi students, in this chapter we are going to discuss about what is national income, what are the important concepts related to national income, how national income is calculated in India, etc. Students, first we can look what is national income. National income means the total income received by a country in 1 year. It is national income. So what is national income? The total income by a country. The total income received by a country in 1 year it is national income. So students, എന്താണ് അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? ഒരു വർഷം ഒരു കൺട്രി റിസീവ് ചെയ്യുന്ന ടോട്ടൽ ഇൻകം, അതാണ് എന്ത് നാഷണൽ ഇൻകം. ഇപ്പോൾ ഒരു 1 ഇയറിൽ ഒരു വർഷം ഒരു രാജ്യം റിസീവ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഇൻകം എത്രയാണോ ദാറ്റ് ഈസ് നാഷണൽ ഇൻകം ഓഫ് ദാറ്റ് കൺട്രി. അതാണ് ആ രാജ്യത്തിൻ്റെ എന്ത് എന്ന് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം ഈസ് ദ എമൗണ്ട് earned from the production of goods and services in a country during a year. സ്റ്റുഡൻസ്, എന്താണ് ഇവിടെ മനസ്സിലായത്? ഒരു കൺട്രി, ഒരു രാജ്യം ഒരു ഇയറിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഭാഗമായി ലഭിക്കുന്ന ഇൻകമാണ്, വരുമാനമാണ് ആ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദ ടോട്ടൽ ഇൻകം? ദ നാഷണൽ ഇൻകം ഈസ് ദ എമൗണ്ട് earned from the production of goods and service in a country during a year. ഒരു രാജ്യത്ത് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും അതുപോലെ തന്നെ സർവീസിൻ്റെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് ആ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം മെയിൻലി റിസീവ്ഡ് ഫ്രം 3 സെക്ടേഴ്സ്. മെയിൻലി പ്രധാനമായും നാഷണൽ ഇൻകം റിസീവ് ചെയ്യുന്നത് 3 സെക്ടേഴ്സിൽ നിന്നാണ്. അത് ഏതെല്ലാം സെക്ടേഴ്സാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അഗ്രികൾച്ചറൽ സെക്ടർ, ദെൻ ദ സെക്കൻഡ് വൺ ഇൻഡസ്ട്രിയൽ സെക്ടർ, ദ തേർഡ് വൺ ഈസ് ദ സർവീസ് സെക്ടർ. So here national income mainly received from these 3 sectors. ഈ 3 സെക്ടേഴ്സിൽ നിന്നാണ് പ്രധാനമായിട്ടും നാഷണൽ ഇൻകം എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. സോ ആഡിങ് അപ്പ് ദ ഇൻകം ഫ്രം ദീസ് 3 സെക്ടേഴ്സ് ദെൻ വി ഗെറ്റ് നാഷണൽ ഇൻകം. ഈ 3 സെക്ടേഴ്സിൽ നിന്നുമുള്ള ടോട്ടൽ ഇൻകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് നാഷണൽ ഇൻകം. നമുക്ക് എന്ത് ലഭിക്കുന്നതാണ്? നാഷണൽ ഇൻകം ലഭിക്കുന്നതാണ്. അപ്പം മെയിൻലി നാഷണൽ ഇൻകം ലഭിക്കുന്ന 3 സെക്ടേഴ്സാണ് അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. സ്റ്റുഡൻസ്, സോ ഫ്രം വേർ വി ആർ ഗെറ്റിംഗ് നാഷണൽ ഇൻകം? വിച്ച് ആർ ദ 3 സെക്ടേഴ്സ്? യെസ്, ദേ ആർ. ഫസ്റ്റ് വൺ ഈസ് അഗ്രികൾച്ചറൽ സെക്ടർ, second one is the industrial sector, second one is industrial sector, third one is service sector. So the 3 are agricultural sector, industrial sector and service sector. These are the main 3 sectors receiving national income. When we calculate the money value of goods and service produced in a country during a particular year, then we get the national income of the country for that year. അപ്പോൾ ഒരു വർഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ആകെ മൂല്യം, അതിൻ്റെ ആകെ വാല്യൂ നമ്മൾ പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ആകെ വാല്യൂ, അതിൻ്റെ ആകെ മൂല്യം, ആ മൂല്യത്തെ നമ്മൾ ഏതിൽ കണക്കാക്കും? മണി അഥവാ പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതിനെയാണ് ആ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സ്റ്റുഡൻസ്, വൈ ഡു വി കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം? ഹൗ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ? National income is helpful in calculating the economic growth of a country. National income is helpful in calculating the economic growth of a country.
അപ്പോൾ ഒരു കൺട്രിയുടെ ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ അത് കണ്ടെത്താൻ നമ്മളെ ഏത് ഹെൽപ്പ് ചെയ്യുന്നതാണ്? നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം ഹെൽപ്ഫുൾ ഇൻ കാൽക്കുലേറ്റിംഗ് ദ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. അതെങ്ങനെയാണ്? ഇപ്പോൾ 2019ലും 2020ലെയും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2019യേക്കാൾ കൂടുതലാണ് 2020ലെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യം ഇക്കണോമിക്കലി ഗ്രോത്ത് ആയിട്ടുണ്ടെന്ന് പറയാം. ഇങ്ങനെ ഇക്കണോമിക് ഗ്രോത്ത് അറിയാൻ നമ്മളെ ഏത് ഹെൽപ്പ് ചെയ്യുന്നതാണ്? നാഷണൽ ഇൻകം. And also, national income help to compare the economic growth of different countries. അപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ ഇക്കണോമിക് കണ്ടീഷനെ താരതമ്യം ചെയ്യാനും നമ്മളെ ഏത് ഹെൽപ്പ് ചെയ്യുന്നതാണ്? നാഷണൽ ഇൻകം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്ത്യയുടെ നാഷണൽ ഇൻകം അറിയാൻ പറ്റും, അമേരിക്കയുടെ നാഷണൽ ഇൻകം അറിയാൻ പറ്റും. അപ്പോൾ രണ്ട് കൺട്രീസിൻ്റെയും ഇക്കണോമിക് ഗ്രോത്ത് ഇത് നമുക്ക് ഇക്കണോമിക് കണ്ടീഷനെ കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ എത്രമാത്രം ഡെവലപ്ഡ് ആണ് അവരേക്കാൾ, അല്ലെങ്കിൽ അമേരിക്കക്കാണോ ഇന്ത്യക്കാണോ നാഷണൽ ഇൻകം കൂടുതൽ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യം ഡെവലപ്ഡ് കൺട്രീസാണ്, ഡെവലപ്പിംഗ് കൺട്രീസാണ്, ഡെവലപ്പിങ്ങിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് എന്നൊക്കെ പറയുന്നത്. Here you can see a table to show the national income of few countries during 3 years, 2010, 2013, 2014. Students, from the following question, find out the answer from this table. First question is, find out the countries which have the highest and lowest national income in 2014. Find out the countries which have the highest and lowest national income in 2014. Then the second question is, compared to 2013, which countries have achieved economic growth in 2014? Compared to 2013, which countries have achieved economic growth in 2014? 2014 കമ്പയർ ചെയ്ത് 2015 ഇക്കണോമിക് ഗ്രോത്ത് നേടിയ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? Compared to 2013, which countries have failed in achieving economic growth in 2014? 2014 അപേക്ഷിച്ച് 2015 ഇക്കണോമിക് ഗ്രോത്തിൽ കുറവുണ്ടായ കൺട്രീസ് ഏതെല്ലാമാണ്? These are the 3 questions. So you find the answer from this table. In this table you can clear, compared to 2013, India has achieved better economic growth in 2014. Students, our next topic, what are the objectives of calculating national income? Objectives of calculating national income. First one is to assess the contribution of different sectors in the economy. നമ്മുടെ ഇക്കോണമിയിലേക്ക് ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് വിലയിരുത്താം. ഏതൊക്കെയായിരുന്നു സ്റ്റുഡൻസ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്? അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. ഈ 3 സെക്ടേഴ്സിൽ നിന്ന് ഏത് സെക്ടേഴ്സിൽ നിന്നാണ് കൂടുതൽ നാഷണൽ ഇൻകം ഉള്ളത്? അപ്പോൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിൽ നിന്നായിരുന്നു കൂടുതൽ എന്തുണ്ടായിരുന്നത്? കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഇൻഡസ്ട്രിയൽ സെക്ടറിലെത്തി. ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഏത് സെക്ടറിലായിരിക്കും? സർവീസ് സെക്ടറിലായിരിക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ 5 കർഷകരുണ്ടെങ്കിലും ഒരു ഡോക്ടറാണ് ഉള്ളത്. അപ്പോൾ 5 ആളുകൾ അഗ്രികൾച്ചറൽ സെക്ടറിലാണ്, ഒരാൾ സർവീസ് സെക്ടറിലാണ്. എങ്കിലും ആ ഡോക്ടർക്കായിരിക്കും എന്തുണ്ടാവുക? ഇൻകം കൂടുതലുണ്ടാവുക, അല്ലേ? ഇങ്ങനെ ഏത് സെക്ടറിൽ നിന്നാണ് നമ്മുടെ ഇക്കോണമിയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻ, ഇൻകം കോൺട്രിബ്യൂഷൻ ഉള്ളത് എന്നറിയുക എന്നുള്ളത് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ടു അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഇൻ ദ ഇക്കോണമി. Second one is that to study the problem faced by the economy. നമ്മുടെ ഇക്കോണമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ എന്ത് കാണുക? അത് പഠിക്കാൻ വേണ്ടി, സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇക്കോണമി നേരിടുന്ന പ്രോബ്ലംസ് പഠിക്കുക എന്നുള്ളതും നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ എന്താണ്? ഒബ്ജക്റ്റീവ്സ് ആണ്. ഇപ്പോൾ നാഷണൽ ഇൻകം കിട്ടുമ്പം നമ്മുടെ ഇക്കോണമിയിൽ ചില ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻകം കുറവാണ് എങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, ഇങ്ങനെ നമ്മുടെ ഇക്കോണമി നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുക. ഇതും വൺ ഓഫ് ദ സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. Then the third one is to help the government in planning and implementing different projects. അപ്പോൾ ഡിഫറെൻറ്റ് പ്രൊജക്ട്സുകൾ പ്ലാൻ ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മുടെ ഗവൺമെൻറ്റിനെ സഹായിക്കുക.
സഹായിക്കുക എന്നുള്ളതും വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ഇപ്പോൾ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ്, വിവിധ പദ്ധതികൾ പ്ലാൻ ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മുടെ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നതിന്. Then the last one, to find out the limitation and advantages of economic activities like production, consumption and distribution. അപ്പോൾ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ കൺസപ്ഷൻ, ദെൻ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ ഇക്കണോമിക് പ്രവർത്തനങ്ങളുടെ ലിമിറ്റേഷൻസ്, അതിൻ്റെ പരിമിതികളും അതിൻ്റെ അഡ്വാൻറ്റേജസും കണ്ടെത്തുന്നതിന് വേണ്ടി. ദീസ് ആർ ദ 4 ഒബ്ജക്റ്റീവ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. Students, let's wind up today's class. Okay, thank you. See you in the next class.